ഈശ്വരാ, എത്ര പേരാണ് മരിച്ചു വീഴുന്നത്. ഒന്നെങ്കിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ. നമ്മളൊക്കെ എന്തറിയുന്നു? സുഖമായിട്ട് ജീവിക്കണം, ഇവിടെ ഒരു കുഴപ്പമില്ല. ഓരോരുത്തർ കാര്യങ്ങൾ. നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? ഈ മൊബൈലിനകത്ത് വീഡിയോസ് നീ കണ്ട എത്ര പേരാണ് വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചേക്കണത്. നമുക്കൊരു കുഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. അവരുടെയൊക്കെ സങ്കടങ്ങൾ അവരാരോട് പറയാം? നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവര്. നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ട് എന്താണ് കാര്യം? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടു ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പിന്നെ പിണങ്ങാതിരിക്കോ? എത്ര ഡോക്ടർമാരായി, എത്ര ചെക്കപ്പായി, എന്നിട്ട് ഒരു ഫലം കണ്ടിട്ടില്ലല്ലോ. എനിക്കിനി വയ്യ, ഞാൻ പോണില്ല ഹോസ്പിറ്റലിൽ. ഇന്ന് നമ്മൾ മറ്റേ ഡോക്ടറിന്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞു. ഇന്ന് ഫുള്ള് ചെക്കപ്പ് ചെയ്താൽ മൊത്തം അറിയാന്നല്ലേ പറഞ്ഞത്. നമുക്ക് അതുകൂടെ നോക്കാം. ഇല്ലെങ്കിൽ വേണ്ട. നീ റെഡിയാവും, നമുക്ക് പോയി നോക്കാം. പെട്ടെന്ന് പറഞ്ഞേ. നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. സാധാരണ നിലയ്ക്ക് ഇൻഫെർട്ടിലിറ്റി 40% പുരുഷന്മാരിൽ, 50% സ്ത്രീകൾ, പിന്നെ ഒരു 10% അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ശരത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ടിൽ കാണാനില്ല. പിന്നെ രേവതി, ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ താങ്കളുടെ റിപ്പോർട്ടിൽ കാണാനുണ്ട്. നമ്മൾ അതിനുള്ള ചികിത്സ എത്ര നാളും ചെയ്തിരുന്നത്, പക്ഷേ പ്രത്യേകിച്ചൊരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഡോക്ടർ? ശരത്തെ, ആധുനിക ശാസ്ത്രത്തിൽ കുട്ടികളുണ്ടാവും പല മാർഗങ്ങളുണ്ട്. അതിൽ 70% വിജയിച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ആ വഴിക്ക് നീങ്ങാം. എന്താ രേവതി, നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്ന് റിലാക്സ് ആയിട്ട് 2 ആൾ ഇതിനെപ്പറ്റി ചിന്തിക്കും. എന്നിട്ടൊരു തീരുമാനം എടുത്ത് എന്നെ അറിയിക്കും. എന്തായാലും പ്രത്യേകിച്ച് വിഷമിക്കാനുള്ള കാര്യം ഒന്നുമില്ല. മനസ്സിലായ രേവതിക്ക്? നോക്കാം. അപ്പൊ ഞാൻ ഡോക്ടറിനെ വിളിച്ചോളാം. ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് വിളിക്കാം. ആ ശരി, അങ്ങനെയാട്ടെ. ശരി ഡോക്ടർ. ഓക്കെ.
വരയ്ക്കും. ഓട്ടോ ഓട്ടോ എന്നെയും കൂടെ കളിക്കാൻ കിട്ടുമോ? നീ ആരെ ഞങ്ങളോട് കളിക്കേ? എനിക്ക് ഞാൻ അറിയാൻ കൂടി ഇല്ല. അപ്പോ ഓട്ടോ എന്നെയും കൂടെ കളിക്കാൻ കിട്ടുമോ? പോടെ പോടാ. ഞാൻ പറഞ്ഞോ. ഇവിടെ ശരത്തിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ താങ്കളുടെ റിപ്പോർട്ടിൽ കാണാനുണ്ട്. നീ എന്താ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. നീ എപ്പോഴും ആ കാര്യം ചിന്തിച്ചോണ്ടിരിക്കുകയാണോ? നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടതല്ലേ? ഡോക്ടർ പറഞ്ഞില്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷനും കൂടെ ഉണ്ടാകും നോക്കാന്ന് പറഞ്ഞല്ലോ. എനിക്കറിയില്ല അത് സക്സസ് ആണോന്ന്. എനിക്ക് നീ ഇപ്പൊ സമാധാനം എടുക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേടാ. എന്റെ അച്ഛനും അമ്മയും എവിടെയോ? ഇഷ്ടമുണ്ട്. ആ അളിയാ പറയടാ. രതീഷേ, എന്നാണ്ട് വാർത്ത, സുഖമാണോ? അതിന്റെ കാര്യം പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. അവള് വീണ്ടും തുടങ്ങി രാത്രി എണ്ണിച്ചിരിപ്പ്, കരച്ചില്, കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. ഓ നേരെ ചൊവ്വ ഫുഡും കഴിക്കണില്ല. എന്റെ കാര്യം പോലും നേരെ ചൊവ്വ നോക്കിയാൽ
എന്തോന്ന് പറയാൻ, ദേഷ്യപ്പെട്ട് പറയണേ അല്ല, സങ്കടം ഉള്ളോന്ന് പറയണേ. ഉം. ഉം. ഏ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയതല്ലേ, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ 8 വർഷമായില്ലേ കുട്ടികളുണ്ടായിട്ട്. കുറച്ചു ദിവസം ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തട്ടെ, അപ്പൊ കുറച്ച് സമാധാനമായിരിക്കും. രേവതിയും കുട്ടി വീട്ടിൽ വന്ന അവളും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാം. പിന്നെ അവരുടെ പിണക്കം മാറ്റാൻ സമയം ഉണ്ടാക്കുള്ളൂ. ആ അതെ, ഏത് സമയം മൂടപ്പാ, കഥവ് അടച്ച് മുറിക്കകത്ത് കയറിയിരിക്കുക. ഞാനിപ്പോ എന്താ ഇനി ഇനി കുറച്ച് നാൾ ഒരു ഏലം അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ പള്ളികളിലൊക്കെ പോയി വഴിപാടോ പൂജകളൊക്കെ നടത്ത്. ഇനി അതും കൂടെ ഞാൻ നോക്കാം. അമ്പലമൊക്കെ അമ്പലം. എന്നിട്ട് അവളെയും കൂട്ടി പിന്നെ ദൂരോട്ടൊക്കെ ഒന്ന് പോകും, അവിടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവട്ടെ. ഇതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാത്തത്. നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിഷമം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുമാതിരി മാനസിക ബുദ്ധിമുട്ട്. ആ ശരിയടാ, ഞാൻ വിളിക്കാം. ഞാൻ ഇച്ചിരി തിരക്കില്ല. ആ ശരി ആ ഓക്കെ ശരി. ഇപ്പോഴാ സമാധാനമായി. വെള്ളം കുടിച്ചപ്പോൾ ദാഹമൊക്കെ നടന്നു. ഹായ് മീന്. എല്ലാം നല്ല മീനാണല്ലോ. ഹായ് പേരയ്ക്ക. പേരയ്ക്ക ഇതെങ്ങനെ പറിക്കും? പറ്റില്ലല്ലോ. ഒരു പടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പടി കിട്ടി.
ഒന്നും ചെയ്യില്ല. വാ, നീ എവിടെ നിന്ന് ഇറങ്ങാം? ഞാൻ കൊറേ ദൂരത്തന്നെ വരുന്നു. എന്താ ഈ ഒറ്റയ്ക്ക് നീ? വെറുതെ നടക്ക്. ഒറ്റയ്ക്ക് വേണ്ട, ഞാനും കൂടെ എന്നെ പിടിച്ചോണ്ട് പോവോ? പിടിച്ചോണ്ടൊന്നും പോകില്ല. ഒറ്റയ്ക്ക് കിടക്കണോണ്ട് കമ്പനിയാണ്. ചേട്ടാ എന്തിനാ എന്നെ കാട്ടി കൊണ്ടുവന്നേക്കണേ? ഒക്കെ പറയാം, സമാധാനം പെടി. എനിക്ക് പേടിയാവണം കേട്ടോ ഇങ്ങനെ നോക്കുമ്പോ. നീ പേടിക്കാതെടാ, ഞാൻ എല്ലാം പറഞ്ഞുതരാം നിനക്ക്. ആ വീട് കണ്ട, നമുക്ക് ആ വീട്ടിൽ പോവാം. ആ വീട്ടിൽ പോയിട്ട് നിനക്ക് പലതും ഞാൻ കാണിച്ചു. വാ, എനിക്ക് പേടിയാട്ടോ, ഞാൻ വരുന്നില്ല. നീ വരും, നീ വാ. നീ വാ. അടങ്ങിയിരുന്നോളാം. മിണ്ടിപ്പോലും മിണ്ടി കൊന്നോളെ ഞാൻ. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ മിണ്ടാണ്ടിരിക്കാം. ഞാനൊന്നും ഹലോ സാറേ, എന്നെ മനസ്സിലായ? മറ്റേ കൊച്ചി ചെറുക്കനെയൊക്കെ അന്ന് കൊണ്ടുവന്ന ഓർമ്മയുണ്ട? ആ, ഇത് അന്ന് തന്നതിനെക്കാട്ടൊരു കിടില സാധനം കിട്ടിയിട്ടുണ്ട്. കൊച്ചി ചെറുക്കനാണ്. ആ, സാറിന് ആ കൊച്ചി ചെറുക്കൻ്റെ കിഡ്നിയോ കണ്ണോ കരളോ എന്ത് വേണമെങ്കിൽ എടുത്തു. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ പൈസ കിട്ടും. സാറിനറിയാല്ല, അന്നത്തെ പോലെ ആവില്ല. കറക്റ്റായിട്ട് എനിക്ക് പൈസ കിട്ടിക്കോളും. അല്ലെങ്കിൽ എന്നെ അറിയാല്ല. ശരിയാ, ശരി. ചെറുക്കനോടെ പൈസ പോയില്ല, ചെറുക്കനെ കാണാനില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അവനെ എടുക്കാൻ എവിടെന്നെങ്കിലും എടുക്കും ഞാൻ ചെറുക്കൻ. എന്ത് വഴി രാവിലെ തുടങ്ങിയതൊരു പ്രശ്നം? അങ്ങോട്ട് നോക്കി. അതേതാ കൊച്ചു? എനിക്കറിയില്ല. മോനെ, യാ, യാ, ദാ മോനെ, യാ, യാ, എഴുന്നേക്ക്, 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 എഴുന്നേക്ക്. അകത്തോട്ട് കൊണ്ടുപോകും ചേട്ടാ. വാ മോനെ. ആന്റി 2 ദിവസമായി കഴിച്ചിട്ട്. എന്തെങ്കിലും കഴിക്കാൻ തരുമോ? മോനിവിടെ ഇരിക്കട്ടോ. ചേട്ടാ, ഞാൻ എന്തെങ്കിലും ഫുഡ് എടുത്തിട്ട് വരാം. അവനെ കൊണ്ട് അവിടെ ഇരുത്തും. മോനെ എവിടുന്നാ വരുന്നേ? മോനെ, നീ എവിടുന്നാ വരുന്നേ?
അവൻ കുറച്ച് ദൂരെയാണ് വീട്. ഇല്ല ദൂരെ എന്ന് പറഞ്ഞാൽ എവിടുന്നാ മോനെ? ആ മണ്ണിടിച്ചത് ഉണ്ടായില്ലേ മലയില്, അവിടെ വെച്ച് അവിടെ കൊറേ പേര് മരിച്ചു. അതിന്റെ ഒപ്പം കൂട്ടത്തിൽ എന്റെ അമ്മയും അച്ഛനും മരിച്ചു. മോൻ കരയുന്നേ? എന്ത് നല്ല മോനല്ലേ ഏട്ടാ. രേവതി, അവന്റെ അച്ഛനും അമ്മയും ഇല്ലെന്നാ പറയണത്. അച്ഛനും അമ്മയില്ലെന്നോ? ഞാൻ പത്രത്തിൽ വായിച്ച കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ, ഉരുൾപൊട്ടലിൽ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ആ അതിലാണ് അവന്റെ അച്ഛനും അമ്മ മരിച്ചത്. അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയോ? മരിച്ചു പോയി. അപ്പൊ മോൻ ആരുമില്ല? ഇല്ല. നമുക്ക് ഇവനെന്നെ എടുക്കാലോ ഏട്ടാ. നീ എന്തോ നീ പറയണത്? നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാലോ? ആര് വരാനാ? അവൻ തന്നെ പറയല്ലേ അവന്റെ അച്ഛനമ്മ മരിച്ചു പോയെന്ന്. പോലീസുകാർ ഇവിടെ അന്വേഷിച്ചു വന്ന നമ്മള് ആരും വരില്ല ചേട്ടാ. നമുക്ക് നമ്മുടെ മോനായിട്ട് ഇവനെ വളർത്തിക്കൂടെ? ഇതായിരിക്കും ചേട്ടാ വിധി. നല്ലൊരു മോൻ. ഞാൻ ചിലപ്പോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ഈശ്വരൻ കേട്ടതാ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ അവൻ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ? മോൻ ഇവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടോ? ഓ ഇഷ്ടമുണ്ട്. മോൻ എന്നെ അമ്മാന്ന് വിളിക്കോ? ഓ വിളിക്കാം. മതി കേട്ടാ. ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും. പ്ലീസ് ചേട്ടാ, നമുക്ക് ഇവനെ വളർത്താം. ഞാനിനി ഇവനെ ആർക്കും വിട്ടുകൊടുക്കില്ല. നമുക്ക് വളർത്താൻ ചേട്ടാ. ആര് വരാനാ ഇവനെ അന്വേഷിച്ച്? ഇതാ പറയുന്ന വിധിയെന്ന്. അല്ലെങ്കിൽ അവൻ നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കാനും. നമുക്ക് ഇവനെ വളർത്താൻ ചേട്ടാ. പ്ലീസ് ചേട്ടാ, നമ്മുടെ മോനായിട്ട് വളർത്തിക്കൂടെ? ശരി, നീ പറയുന്ന കുറെ നാളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ. ദൈവമായിട്ട് കൊണ്ട് തന്നെയായിരിക്കും. വരുന്നിടത്ത് വെച്ച് കാണാം.